ആലപ്പുഴയിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവർക്ക് എല്ലാവരെയും തീറ്റിപ്പോറ്റാനായിട്ട് ഖജനാവിലെ പൈസ എടുത്ത് കൊള്ളടിക്കുകയത്. കൺവീനറായിട്ടുള്ള EP ജയരാജൻ അത് പിണറായി വിജയൻ പറഞ്ഞു വിട്ടതാ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. ജാതീയമായിട്ട് വോട്ട് പിടിക്കാനൊന്നും ഒരു കാരണവശാലും ആരിഫിന് കഴിയത്തില്ല. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ആലപ്പുഴയുടെ ഇപ്പോഴത്തെ ഒരു വിജയ സാധ്യത അതെങ്ങനെയായിരിക്കും? KCക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും KCക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസം. കാരണം സ്ഥാനാർത്ഥികളും ഒരു വെല്ലുവിളി ഉയർത്തുന്നു. ഇല്ല, അതൊരു വെല്ലുവിളിയല്ല മറ്റുള്ള സ്ഥാനാർത്ഥികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KC ഒരു ദേശീയ നേതാവ് എന്നുള്ള രീതിയിലുള്ള KCയുടെ ഒരു പ്രതിച്ഛായ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനുള്ള ജനങ്ങളെ അതൃപ്തി. ഇപ്പം തന്നെ BJPയിലേക്ക് പോകാൻ വേണ്ടി EP ജയരാജനെ പോലുള്ളവർ തയ്യാറായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമായിരിക്കും. പക്ഷേ അതല്ല, യാഥാർത്ഥ്യം അതല്ല. ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇവരുടെ ഈ കൊള്ളവയ്പ്പിനും എതിരായിട്ടുള്ളൊരു പ്രതിഷേധം ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും എന്നുള്ളതും അത് റിസൾട്ട് വരുമ്പോൾ അത് വ്യക്തമാകും. ആലപ്പുഴയിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും വലിയ കൊള്ള നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. എല്ലാ മേഖലകളിലും അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥയും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 80 ലക്ഷം രൂപയുടെ മാസവാടകയ്ക്ക് എയർപ്ലെയിൻ എടുത്തിട്ടിരിക്കുന്നു. 1,15 ലക്ഷം രൂപയുടെ ബസ് കിടന്ന് നശിച്ചു പോകുന്നു. അതുപോലെ ഒട്ടേറെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഓരോരോ താക്കോൽ സ്ഥാനങ്ങളിൽ നിർത്തി അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ മൊത്തത്തിലൊരു കൊള്ളസംഘമാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ആ കൊള്ളസംഘത്തിനെതിരായിട്ടുള്ള ഒരു വിധി എഴുത്തായിരിക്കും. നമുക്കറിയാം, ആയിരക്കണക്കിന് കോടി രൂപയാണ് ചിലവഴിച്ചത്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മന്ത്രിമാർ, MLA മാർ, പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ, ഉദ്യോഗസ്ഥ പ്രമാണിമാർ, അതുപോലെ പാർട്ടി സഹാക്കന്മാർ, ഇവർക്ക് എല്ലാവരെയും തീറ്റിപ്പോറ്റാനായിട്ട് ഖജനാവിലെ പൈസ എടുത്ത് കൊള്ളടിക്കുകയത്. അതിനെതിരായിട്ടുള്ളൊരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. സാധാരണ കോൺഗ്രസ് നേതാക്കളെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കുറ്റപ്പെടുത്താറ്, BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ. അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളും BJPയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നതൊക്കെ കോൺഗ്രസുമായിട്ടൊരു ബന്ധമൊന്നുമില്ല അവർക്ക്. ഇപ്പോൾ പല നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെ മക്കളായിരുന്നു എന്നല്ലാണ്ട് അവരൊന്നും കോൺഗ്രസ്സിലൊരു ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന നേതാക്കളല്ല. പക്ഷേ CPMൻ്റെ LDFൻ്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ അത് പിണറായി വിജയൻ പറഞ്ഞു വിട്ടതാണ്. ഇവരെ ചർച്ചയ്ക്ക് വിട്ടത് അയാളുടെ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അതൊക്കെ തേച്ച് മാഞ്ഞ് പോകും. കാരണം EP ജയരാജൻ അതിലേക്ക് പോയിട്ട് അയാൾക്ക് ഗവർണർ സ്ഥാനം ഏതാണ്ട് ആവശ്യപ്പെട്ടു, അത് കൊടുത്തില്ല എന്നാൽ അങ്ങനെയൊക്കെയാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നിജസ്ഥിതി തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിനെതിരെ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ കിട്ടിയ തീർച്ചയായിട്ടും അതാണ് ഈ ഇവരുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളവ് ഗീബൽസ് തന്ത്രമാണ്. ഗീബൽസ് ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായി ഭവിക്കുമെന്നാണ് ഗീബൽസിന്. അതാണ് CPM അനുവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ആ നുണ പൊളിഞ്ഞു വീഴുന്നു. അത് കാലത്തിൻ്റെ ഒരു ഇതിൽ സംഭവിക്കുന്നതാണ്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു, ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അതോ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണോ? അല്ല, നമ്മളൊരു ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. അവരുടെ ഇപ്പം നമ്മൾ ഏറ്റവും വളരെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൈച്ചൂണ്ടുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. എന്താണ് പെൻഷൻ എന്ന് പറയുന്നത്? അതായത് വാർദ്ധക്യകാല പെൻഷനായാലും വിധവാ പെൻഷനായാലും അതുപോലെ തന്നെ കാർഷിക തൊഴിലാളി പെൻഷനായാലും ഇതൊക്കെ സർക്കാർ നൽകുന്ന ഔദാര്യമാണ്, ഇതൊന്നും അവകാശമല്ല എന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാർ, അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ തീർച്ചയായിട്ടും ഇത് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനമൊന്നും അല്ല. കാരണം തൊഴിലാളികൾക്ക് ഏറ്റവും വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന, അതായത് തൊഴിലാളി ഇപ്പം നമുക്കറിയാം കോഴിക്കോടൊക്കെ 2-3 സംഭവങ്ങളുണ്ടായതായിട്ട് അറിയാം. കാരണം അവിടെ ചില സംരംഭങ്ങൾ, അതായത് ചില വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇപ്പം അവിടെ CA2ൻ്റെ നേതൃത്വത്തിൽ ചെന്നിട്ട് അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അപ്പം ആ തൊഴിലാളികൾ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ ഇവരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന എത്ര വാർത്തകളാണ് നമ്മൾ ദിനംപ്രതി എന്നോണം പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഒരു പ്രമുഖ ഘടകമാണ്. പിണറായി വിജയനല്ല, ഇനി പോളിറ്റ് ബ്യൂറോ പറഞ്ഞാൽ പോലും ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൻ്റെ അതായത് 20 മണ്ഡലങ്ങളിലും പ്രതിധ്വനിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് നിസ്സംശയം പറയാവുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് വെല്ലുവിളിയാവുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ
രണ്ടാം സ്ഥാനത്തേക്ക് വരും എന്നും ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്നും ഇങ്ങനെ പല പല കാര്യങ്ങൾ, ശക്തമായ ത്രികോണ മത്സരം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. കാരണം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കെ എസ് രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രനേക്കാൾ തലയെടുപ്പുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ. കാരണം രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ ശോഭാ സുരേന്ദ്രൻ അറിയാമെങ്കിൽ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ശരിക്കും വ്യക്തമായി തലയെടുപ്പുള്ള നേതാവായിരുന്നു. ആ തലയെടുപ്പുള്ള നേതാവിന് രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജിൽ മാത്രം എത്താൻ കഴിഞ്ഞുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ മത്സരം ഇവിടെ നടന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. അതിൽ ചിത്രത്തിലില്ല. ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞ മാതിരി പോസ്റ്ററുകളിലും അതുപോലെ തന്നെ ഫ്ലെക്സുകളിലും ചിത്രത്തിലുണ്ടെന്നുള്ള അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. സാധാരണക്കാരായ വോട്ടർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന വോട്ടർമാർക്ക് ആർക്കും തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചിത്രത്തിലില്ല വളരെ വ്യക്തമായ കാര്യമാണ്. തീരദേശ മേഖല സാധാരണ സ്ത്രീകൾ അവരൊക്കെ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പ്രചരണമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വെറും നുണകളാണോ? അല്ല, പ്രചരണം നടത്താനായിട്ട്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പ്രചരണം നടത്താനായിട്ട് ആർക്കാ കഴിയാത്തത്? ഇപ്പം തൊഴിലാളി മേഖല, ഞാൻ പറയാം ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. ഈ തൊഴിലാളി മേഖലയിൽ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതുപോലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയും ശോഭാ സുരേന്ദ്രൻ എന്താണ് ചെയ്തത്? അത്തരത്തിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി എന്ത് രാഷ്ട്രീയ നീക്കമാണ് അവർ നടത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയാണ് അവർക്ക് പറയാനുള്ളത്? ഒന്നും തന്നെയില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു എന്താ പറയുക, നമ്മളിപ്പം തികച്ചും ഒരു പരസ്യപ്രചാരണം, ഇത് ശരിക്കും പറഞ്ഞൊരു ഗമ്മിക്കാണ്. ആ പരസ്യപ്രചാരണം കൊണ്ട് മാത്രം ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് അക്കമിട്ട് അടിവരയിട്ട് പറയാൻ പറ്റും. ഈ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ മോദിയുടെ ഗ്യാരണ്ടി, വനിതാ കേന്ദ്രമന്ത്രി എന്നൊക്കെയാണ് പോസ്റ്ററുകളിലൊക്കെ. അപ്പോൾ ആ പോസ്റ്ററുകൾ ആലപ്പുഴയിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അവർക്കറിയാം ഇത് ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ലെന്നറിയാം. പിന്നെ വെറുതെ അങ്ങനെ അവർ പ്രചരിപ്പിക്കുന്നു. പണത്തിൻ്റെ ഇതിൽ അവർ മുൻപന്തിയില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഇലക്ഷൻ പ്രചരണം നടത്തിയ ആരാന്ന് വെച്ചാൽ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനായിരിക്കും. കാരണം മോദി കണ്ടമാനം പണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് മുഴുവൻ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും വോട്ടാകത്തില്ല. അങ്ങനെ പണം കേരളത്തിലൊന്നും അങ്ങനെ ആർക്കും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുള്ള വോട്ടർമാരെയൊന്നും ഒരിക്കലും പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയത്തില്ല. ഇവർക്ക് കുറേ പോസ്റ്ററുകളും ഇതിലുമൊക്കെ അവർ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. അവർ പറഞ്ഞത് അത് ഉദ്ദേശിച്ചായിരിക്കും അവർ പറഞ്ഞത് അവർ മുൻപന്തി വരുമെന്ന്. കാരണം പണം കണ്ടമാനം മുടക്കി ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ആയിരക്കണക്കിന് പോസ്റ്ററുകളും ഫ്ലെക്സുകളാണ് അവരെ വെച്ച്. അതിൽ ചിലപ്പോൾ അവർ മുൻപന്തിയിലായിരിക്കും. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വോട്ടിങ്ങിൽ അവർ ഏറ്റവും പിന്നില്ല. ശോഭാ സുരേന്ദ്രൻ വലിയൊരു തരംഗമുണ്ടാക്കിയെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വെറും കള്ളമാണെന്നാണ്. അത് അവർ കൊടുക്കുന്ന ഒരു പ്രചരണം, ബി ജെ പിയുടെ ഒരു പ്രചരണം, മോഡിയുടെ ഗ്യാരണ്ടി പോലെയുള്ള ഒരു പ്രചരണം. മോദിയുടെ ഗ്യാരണ്ടി ഇത് തന്നെയാണ്, അതുപോലത്തെ ഒരു പ്രചരണം മാത്രമേ ഉള്ളത്. ഓക്കെ, അപ്പോൾ പോരാട്ടം ഇവിടെ LDF UDF തമ്മിലാണ്. അപ്പോൾ ആരിഫ് എങ്ങനെയായിരിക്കും വെല്ലുവിളിയാവുന്നത് KCക്ക്? ആരിഫ് ഒരിക്കലും വെല്ലുവിളിയല്ല. കാരണം ആരിഫ് ഇവിടെ സിറ്റിംഗ് MP ആണ്. അപ്പോൾ അദ്ദേഹത്തെ അന്ന് ഉള്ള സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ മൊത്തം മാറി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരിഫിന് ഇവിടെ വിജയിക്കാൻ കഴിയത്തില്ല. മുസ്ലിം വോട്ടുകളൊരു സ്വാധീനമാവില്ലേ? ഇല്ല, മുസ്ലിം അങ്ങനെ ജാതി തിരിച്ചൊന്നുമല്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അവരെല്ലാം കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിംസ് കോൺഗ്രസ്സിന് തന്നെ ചെയ്യുള്ളൂ. അവർ ഒരിക്കലും ജാതിക്കാരല്ല. അപ്പോൾ അങ്ങനെ ജാതീയമായിട്ട് വോട്ട് പിടിക്കാനൊന്നും ഒരു കാരണവശാലും ആരിഫിന് കഴിയത്തില്ല. ഇപ്രാവശ്യം പോളിംഗ് പ്രതീക്ഷ നൽകുന്നതാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷ. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക്. വൻ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ.